നമസ്കാരം. 2018 റിപ്പബ്ലിക് ദിനത്തിനു വേണ്ടി ദില്ലി അണിഞ്ഞൊരുങ്ങിയിരിക്കുകയാണ്. ശരിക്കും കനത്ത സെക്യൂരിറ്റി ദില്ലിയിലെമ്പാടുമുണ്ട്. റിപ്പബ്ലിക് ഡേയുടെ തലേ ദിവസം, അതായത് ജനുവരി 25 അതിരാവിലെ 7 മണി കഴിഞ്ഞ് 35 5 വയസ്സുള്ള കുഞ്ഞു വിഹാൻ അവന്റെ ചേച്ചിയുമായി വീടിന് മുന്നിലെത്തിയ സ്കൂൾ ബസ്സിലേക്ക് കയറിയത് ആ നിമിഷത്തിലാണ്. ബസ്സിലേക്ക് കയറുമ്പോൾ എല്ലാ ദിവസത്തെ പോലെ കുഞ്ഞു വിഹാൻ അമ്മയെ ടാറ്റ കാണിച്ചിട്ടാണ് ബസ്സിനകത്തേക്ക് കയറിയത്. ബസ് മൂവ് ചെയ്ത് തുടങ്ങി. ആ ബസ് അവരുടെ വീട്ടിൽ നിന്ന് മൂവ് ചെയ്ത് ഏകദേശം ഒരു 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒരു മോട്ടോർ ബൈക്ക് ആ ബസ്സിന്റെ പുറകിലെത്തി. ബസ് മുന്നോട്ട് പോകുന്നതിനിടയിൽ 1-2 സ്റ്റോപ്പുകളൂടെ ഉണ്ട്. ആ സ്റ്റോപ്പുകളിൽ നിന്ന് കുട്ടികൾ ബസ്സിൽ കയറുകയും ചെയ്തു. ബസ് സ്കൂൾ ലക്ഷ്യമാക്കി നീങ്ങുകയാണ്. ഒരു ആളൊഴിഞ്ഞ പ്രദേശത്തെത്തിയതും പെട്ടെന്ന് ആ പുറകിലുണ്ടായിരുന്ന ബൈക്ക് ബസ്സിനെ ഓവർടേക്ക് ചെയ്ത് ബസ്സിന്റെ മുന്നിലേക്ക് കയറി. ബസ്സിന്റെ മുന്നിലേക്ക് കയറിയ ആ ബൈക്ക് പെട്ടെന്ന് ചവിട്ടി നിർത്തിയത്. അപ്രതീക്ഷിതമായി ഒരു മോട്ടോർ ബൈക്ക് ബസ്സിനെ ആ റോഡിൽ സ്റ്റോപ്പ് ചെയ്യിപ്പിച്ചപ്പോൾ ഡ്രൈവറും ബസ്സിലുള്ള കുട്ടികളും ടീച്ചേഴ്സും ഒക്കെ ലേശം അതിശയത്തോടുകൂടി റോഡിലേക്ക് നോക്കുമ്പോൾ ബൈക്കിൽ നിന്ന് 2 ചെറുപ്പക്കാരിറങ്ങി അതിവേഗം ബസ്സിനടുത്തേക്ക് വന്നു. എന്താണ് സംഭവിക്കുന്നതെന്ന് പിടികിട്ടും മുമ്പ് ആ ചെറുപ്പക്കാർ ബസ്സിനകത്തേക്ക് പാഞ്ഞു കയറി. അവർ ബസ്സിനകത്തേക്ക് കയറിയപ്പോഴാണ് ബസ്സിനകത്തുള്ള കുട്ടികളും ഡ്രൈവറും ആയയും ടീച്ചറും ആ കാഴ്ച കണ്ടത്. ആ ചെറുപ്പക്കാരുടെ കയ്യിൽ ഗണ്ണുണ്ട്. ആ ചെറുപ്പക്കാർ ബസ്സിനകത്ത് ഒന്ന് സൂക്ഷിച്ചു നോക്കി. അവരാരെയോ തിരയുകയാണ്. പെട്ടെന്നാണ് അവരുടെ കണ്ണുകൾ വിഹാനിൽ പതിയുന്നത്. ആ ചെറുപ്പക്കാരിൽ ഒരാൾ ഓടി വന്ന് വിഹാനെ എടുത്തു. വിഹാന്റെ നേരെ ആ ചെറുപ്പക്കാരൻ ഓടി വരുന്ന കണ്ടതും ഡ്രൈവർ ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് എണീറ്റ് ബസ്സിനകത്തേക്ക് ചാടി ഇറങ്ങിയാണ്. വിഹാനെ രക്ഷിക്കാനുള്ള ഒരു ശ്രമം ഡ്രൈവർ നടത്തുന്നത് കണ്ടതും വിഹാന്റെ അടുത്തേക്ക് ഓടി വരികയായിരുന്ന ആ ചെറുപ്പക്കാരൻ ഡ്രൈവറുടെ കാലിലേക്ക് നിറയൊഴിച്ചു. പെട്ടെന്ന് അപ്രതീക്ഷിതമായിട്ട് വാഹനത്തിനകത്ത് വെടിശബ്ദം കേട്ടതും കുട്ടികൾ അലറി വിളിച്ചു. ആ നിമിഷത്ത് തന്നെ വിഹാനുമായി ആ വെടിയുതിർത്ത ചെറുപ്പക്കാരൻ ബസ്സിൽ നിന്ന് പുറത്തേക്കിറങ്ങി. കൂടെ മറ്റേയാൾ. വിഹാന്റെ ചേച്ചി അലറി കരയുമ്പോഴേക്കും വിഹാനുമായി ആ ബൈക്ക് അവിടുന്ന് ചീറിപ്പാഞ്ഞിരുന്നു. എന്താണ് സംഭവിച്ചതെന്ന് വെടിയേറ്റ് വീണ ഡ്രൈവർക്കോ ആയക്കോ ബസ്സിനകത്തുനിന്ന ടീച്ചർക്കോ മനസ്സിലായിട്ടില്ല. ഏതാനും മിനിറ്റുകൾ ആ ബസ്സിനകത്ത് കരച്ചിലും മാത്രമാണ് കേൾക്കാൻ കഴിയുമായിരുന്നത്. അല്പസമയം കഴിഞ്ഞതും സ്വബോധം വീണ്ടെടുത്ത ഡ്രൈവർ വിഹാന്റെ വീട്ടിലേക്ക് വിളിച്ചു. വീടിന്റെ മുന്നിൽ നിന്ന് ആ സ്കൂൾ ബസ് പുറപ്പെട്ടിട്ട് കൃത്യം 15 മിനിറ്റ് ആയപ്പോഴാണ് വിഹാന്റെ വീട്ടിലേക്ക് ആ കോൾ വരുന്നത്. സ്കൂൾ ബസ്സിലെ ഡ്രൈവറുടെ കോളാ വരുന്നത്. ഇതെന്താ ഇയാളിപ്പോ വിളിക്കുന്നത്? ലേശം ഭയത്തോടെയാണ് വിഹാന്റെ അച്ഛൻ ഫോൺ എടുത്തത്. കാര്യം കേട്ട വിഹാന്റെ അച്ഛൻ ശരിക്കും നടുങ്ങി പോവുകയാണ്. പട്ടാപ്പകൽ തന്റെ മകനെ ആരോ തട്ടിക്കൊണ്ടുപോയിരിക്കുകയാണ്. ഭയന്നുപോയ വിഹാന്റെ അച്ഛൻ ആ നിമിഷത്ത് തന്നെ വാഹനവുമായി റോഡിലേക്ക് ഇറങ്ങി. അയാൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. കുഞ്ഞിനെ എങ്ങോട്ട് തട്ടിക്കൊണ്ടുപോയെന്നും അയാൾക്ക് അറിയത്തില്ല. അയാൾ ഓടിയെത്തിയത് ആ ബസ് കിടക്കുന്ന സ്ഥലത്താണ്. അവിടെ വിഹാന്റെ അച്ഛൻ എത്തിയതും വിഹാന്റെ ചേച്ചി 7 വയസ്സുള്ള ആ കുട്ടി ഓടി അയാളുടെ അടുത്തേക്ക് വന്നു. ആ കുട്ടി ശരിക്കും കരയുകയാണ്. അവളുടെ കൺമുമ്പിലൂടെയാണ് അവളുടെ അനുജനെ ആരോ തട്ടിക്കൊണ്ടുപോയിരിക്കുന്നത്. ആ ബസ്സിനകത്തുണ്ടായിരുന്ന ടീച്ചറും ആയയും ഡ്രൈവറും മറ്റു കുട്ടികളും ഒക്കെ നടന്ന സംഭവങ്ങൾ ഏകദേശം വ്യക്തമായിട്ട് തന്നെ വിഹാന്റെ അച്ഛനോട് പറഞ്ഞു. അയാൾ ശരിക്കും നിന്ന് വിറയ്ക്കുകയാണ്. എന്ത് ചെയ്യണമെന്നറിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് വിഹാന്റെ അച്ഛൻ എത്തിയിരിക്കുകയാണ്. അയാൾ അങ്ങനെ അന്തപ്പെട്ട് നിൽക്കുമ്പോഴേക്കും അവിടെ ആളുകൾ തടിച്ചു കൂടിക്കഴിഞ്ഞു. സംഭവം ഇപ്പൊ പലരും അറിഞ്ഞു. സ്കൂളിലും വിവരം അറിഞ്ഞു. സ്കൂളിൽ നിന്ന് അധികാരികൾ ബസ്സിനടുത്തേക്ക് എത്തി. സ്വാഭാവികമായിട്ടും വിവരം അറിഞ്ഞ് പോലീസും എത്തി. ശരിക്കും ആളുകൾ മുഴുവൻ ഞെട്ടിച്ച ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. പിറ്റേ ദിവസം റിപ്പബ്ലിക് ഡേ ആയതുകൊണ്ട് തന്നെ വൻ സുരക്ഷയാണ് ദില്ലിയിൽ എമ്പാടും ഒരുക്കിയിരിക്കുന്നത്. അതിനിടയിലാണ് ഇത് അതിരാവിലെ സ്കൂളിലേക്ക് പോകുന്ന ഒരു കൊച്ചുകുട്ടിയെ ആരോ തട്ടിക്കൊണ്ടുപോയിരിക്കുന്നത്. അതും തോക്കുപയോഗിച്ച് ഭീഷണിപ്പെടുത്തി തട്ടിക്കൊണ്ടുപോയിരിക്കുകയാണ്. കുട്ടിയുടെ സുരക്ഷ വളരെ പ്രാധാന്യമുള്ള ഒരു വിഷയമായതുകൊണ്ട് തന്നെ പോലീസിന് ഈ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ ആളുകളിലേക്ക് എത്താൻ ഒരു പരസ്യ ശ്രമം നടത്താൻ ഒരു മടിയുണ്ട്. കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ ആളുകളുടെ തൊട്ടു പുറകെ പോലീസ് എത്തി എന്നുള്ള വിവരം അവരറിഞ്ഞാൽ അവർ കുട്ടിയെ എന്തെങ്കിലും ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ആ തോന്നൽ ആദ്യത്തെ 1 മണിക്കൂറിൽ തന്നെ പോലീസിനുണ്ടായി. എന്നിട്ടും പോലീസിന്റെ മേലധികാരികൾ സകല സ്ഥലത്തും നിർദ്ദേശം കൊടുത്തിരുന്നു. ദില്ലിയിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന സകല റോഡുകളും ബ്ലോക്ക് ചെയ്തു. സിറ്റിക്ക് അകത്തുള്ള പ്രധാനപ്പെട്ട റോഡുകളിലെല്ലാം തന്നെ ചെക്ക് പോസ്റ്റുകൾ സ്ഥാപിച്ചു. ചെറുതും വലുതുമായ സകല റോഡുകളും ബ്ലോക്ക് ചെയ്ത് അവർ അറിഞ്ഞ ശൈലിയിലുള്ള ഒരു മോട്ടോർ ബൈക്ക് വരുന്നുണ്ടോ എന്നും ആ മോട്ടോർ ബൈക്കിൽ ഒരു കുട്ടി കൂടെ ഉണ്ടോ എന്നും പരിശോധന ആരംഭിച്ചു. പോലീസ് തലങ്ങും വിലങ്ങും ആ പകൽ മുഴുവൻ പരിശോധിച്ചിട്ടും വിഹാനെ തട്ടിക്കൊണ്ടുപോയ ആളുകളെ കുറിച്ചോ ഒരു വിവരവും പോലീസിന് കിട്ടിയില്ല. കുട്ടികളെയും വിഹാനുമായി ബന്ധമുള്ള ടീച്ചേഴ്സിനെയും സ്കൂൾ ബസിന്റെ ഡ്രൈവറെയും ആയൊക്കെ പോലീസ് ചോദ്യം ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടുമോ എന്നുള്ള ഒരു അന്വേഷണമാണ് പോലീസ് നടത്തുന്നത്. പെട്ടെന്ന് ആ ദിവസവും കടന്നുപോയത്. പിറ്റേ ദിവസത്തെ
റിപ്പബ്ലിക് ഡേ ആഘോഷത്തെക്കുറിച്ചുള്ള സൂചനയോടുകൂടി പത്രങ്ങൾ പുറത്തിറങ്ങുമ്പോൾ അതിൽ ഒരു പ്രധാന വാർത്ത കുഞ്ഞു വിഖാനെ പട്ടാപ്പകൽ സ്കൂളിലേക്ക് പോകുന്ന വഴിക്ക് വെച്ച് തോക്കുധാരികൾ തട്ടിക്കൊണ്ടുപോയതിനെ കുറിച്ചാണ്. വൻ ഹെഡിങ്ങോടുകൂടിയാണ് പത്രങ്ങൾ ആ വാർത്ത പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും പെട്ടെന്ന് തന്നെ ആ വിഷയങ്ങൾ സെൻസേഷണലൈസ് ചെയ്യപ്പെടുകയാണ്. 5 വയസ്സുള്ള ഒരു കുട്ടിക്ക് പോലും സുരക്ഷിതമല്ലാതായി മാറിയിരിക്കുകയാണ് ദില്ലി എന്നുള്ള ആ യാഥാർത്ഥ്യം ആളുകളെ തെല്ലുന്നുമല്ല ഭയപ്പെടുത്തിയത്. ശരിക്കും വിഹാന്റെ വീട്ടിൽ വിഹാന്റെ ചേച്ചി, ആ 7 വയസ്സുള്ള പെൺകുട്ടി വല്ലാത്ത കരച്ചിലാണ്. ആഹാരം പോലും കഴിക്കാതെ അവൾ വല്ലാതെ പിടിവാശി കാണിക്കുകയാണ്. വിഹാന്റെ അച്ഛനും അമ്മയും ശരിക്കും തളർന്നിരിക്കുകയാണ്. അവരുടെ വിഹാനെ തട്ടിക്കൊണ്ടുപോയ ആളുകൾ സ്വാഭാവികമായും പണത്തിന് വേണ്ടിയാവും തട്ടിക്കൊണ്ടുപോയെന്നുള്ള തോന്നൽ അവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ ആ തട്ടിക്കൊണ്ടുപോയ ആളുകൾ പണം ആവശ്യപ്പെട്ടുകൊണ്ട് വീട്ടിലേക്ക് കോൾ വിളിക്കുമ്പോൾ വീട്ടിൽ തന്നെ ഉണ്ടാകണമെന്ന് കരുതി വിഹാന്റെ അച്ഛനും അമ്മയും വീട്ടിൽ തന്നെ തുടരുകയാണ്. വിവരമറിഞ്ഞ് ഒത്തിരിയേറെ ബന്ധുക്കളും അവിടെ എത്തിയിട്ടുണ്ട്. പോലീസും അവിടെയുണ്ട്. പോലീസ് സകല സ്ഥലത്തും അരിച്ചു പറക്കുകയാണെങ്കിലും ഒരു വിവരവും കിട്ടാതെ വന്നപ്പോൾ സ്വാഭാവികമായിട്ടും പിറ്റേ ദിവസത്തെ പത്രത്തിൽ അതിനെക്കുറിച്ചുള്ള സൂചനകളും ഉണ്ടായി. പോലീസ് ഇരുട്ടിൽ തപ്പുന്നു. അത്തരം ഹെഡിങ്ങുകളാണ് മിക്ക പത്രങ്ങൾ സൂചിപ്പിക്കുന്നത്. കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി 48 മണിക്കൂർ കഴിഞ്ഞിട്ടും കുട്ടിയെക്കുറിച്ചുള്ള ഒരു വിവരവും കണ്ടുപിടിക്കാൻ പോലീസിന് പറ്റിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ന്യൂസ് ചാനലുകൾ പോലീസിനെ എടുത്തിട്ട് കുടയുകയാണ്. പോലീസിന് മുകളിൽ ശരിക്കും ശക്തമായ പ്രഷർ അനുഭവപ്പെടുകയാണ്. 72 മണിക്കൂറായപ്പോൾ, അതായത് ജൂൺ 28 രാത്രി 12:30 വിഹാന്റെ വീടിന് മുന്നിലെ കടക്കാരന്റെ വാട്സാപ്പിലേക്കാണ് ഒരു കോൾ വരുന്നത്. കോള് വിളിച്ചാൽ കടക്കാരനോട് വിഹാന്റെ അച്ഛനെ ഒന്ന് കണക്ട് ചെയ്യാനാണ് ആവശ്യപ്പെട്ടത്. ആ കടക്കാരൻ പരസ്യങ്ങൾ ഉപയോഗിക്കുന്ന നമ്പറിലേക്കാണ് ഇപ്പോൾ വാട്സാപ്പ് കോൾ വന്നിരിക്കുന്നത്. ആ കടക്കാരൻ ഉടൻ തന്നെ വിവരം വിഹാന്റെ അച്ഛനെ അറിയിച്ചു. വിഹാന്റെ അച്ഛനോടായി ഫോൺ വിളിച്ചാൾ പറഞ്ഞത് അയാളുടെ കൂടെ വിഹാൻ ഉണ്ടെന്നാണ്. വിഹാനെ ഒരു പരിക്കുമില്ലാതെ തിരിച്ചേൽപ്പിക്കാമെന്നും അതിന് പകരമായി 60 ലക്ഷം രൂപ അയാൾ പറയുന്ന സ്ഥലത്ത് എത്തിക്കണമെന്നുമാണ് വിഹാന്റെ അച്ഛനോട് ആ ഫോൺ വിളിച്ചാൾ സൂചിപ്പിച്ചത്. സ്വാഭാവികമായിട്ടും വിഹാന്റെ പിതാവ് അവരോട് ആ ചോദ്യം ചോദിച്ചു, എന്റെ മോനെന്തേ, എന്റെ മോനോട് എനിക്ക് സംസാരിക്കണം. അങ്ങനെ വിഹാന്റെ അച്ഛൻ ഗുപ്ത ഫോൺ വിളിച്ച ആളോട് സൂചിപ്പിച്ചതും വിഹാൻ സുരക്ഷിതനായിരിക്കുന്നതും ആ കാര്യം ഉടൻ തന്നെ അറിയിക്കാന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു. ഏതാനും സെക്കൻഡുകൾ കഴിഞ്ഞതും ഒരു വീഡിയോ മെസ്സേജ് ആ ഫോണിലേക്ക് വന്നു. കുഞ്ഞു വിഹാൻ സുരക്ഷിതനായിരിക്കുന്നെന്ന് കാണിക്കുന്ന ഒരു വീഡിയോ ആണ് വാട്സാപ്പിൽ വന്നത്. വിഹാൻ ആഹാരം കഴിക്കുന്നതും TV കാണുന്നതുമായ രംഗങ്ങളാണ് വീഡിയോയിലുള്ളത്. മോൻ സുരക്ഷിതനായിരിക്കുന്നു എന്ന് കണ്ടപ്പോൾ വിഹാന്റെ അച്ഛന് ആശ്വാസമായി. അയാൾ ഈ വിവരം പോലീസിനോട് പറഞ്ഞു. വിഹാന്റെ അച്ഛന് ഫോൺ കോൾ വന്ന വിവരം അറിഞ്ഞ പോലീസ് സ്വാഭാവികമായിട്ടും ആ കോള് ഫോളോ ചെയ്യും. ആ കടക്കാരന്റെ വാട്സാപ്പ് കോള് എവിടെ നിന്നാണ് വന്നതെന്നും ഏത് നമ്പറിൽ നിന്നാണ് വന്നതെന്നും കണ്ടുപിടിക്കാൻ പോലീസിന് എളുപ്പം പറ്റുമല്ലോ. സ്വാഭാവികമായിട്ട് പോലീസ് ആ കടക്കാരന്റെ ഫോണിൽ വന്ന ആ വാട്സാപ്പ് കോളിന്റെ നമ്പർ ട്രേസ് ചെയ്ത് ആ ഫോണിന്റെ ഉടമയെ കണ്ടുപിടിച്ചു. ഫോണിന്റെ ഉടമയെ കണ്ടുപിടിച്ചപ്പോഴാണ് രസകരമായ ഒരു ഇൻഫർമേഷൻ പോലീസിന് കിട്ടുന്നത്. ആ ഫോണ് കഴിഞ്ഞ ദിവസം അയാൾക്ക് ഈസ്റ്റ് ഡൽഹിയിലെ തിരക്കേറിയ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് മിസ്സായതാണ്. അയാളുടെ പോക്കറ്റിൽ ഉണ്ടായിരുന്ന ഫോണ് ആരോ അടിച്ചു മാറ്റിയതാണെന്ന് വ്യക്തം. ആരാണ് ഫോൺ അടിച്ചു മാറ്റിയതെന്ന് അയാൾക്ക് ഒരു ധാരണയുമില്ല. നഷ്ടമായ ഫോണിനെ കുറിച്ച് പരാതി പോലീസിൽ കൊടുക്കുന്നതിനെ കുറിച്ച് അയാൾ യഥാർത്ഥത്തിൽ ആലോചിച്ചിട്ട് പോലും ഉണ്ടായിരുന്നില്ല. എന്തായാലും പോലീസ് പിന്നെയും ഇരുട്ടിൽ തന്നെ. ഈ സംഭവം കഴിഞ്ഞ് കൃത്യം 24 മണിക്കൂർ കഴിഞ്ഞപ്പോൾ വിഹാന്റെ പിതാവിന്റെ ഫോണിലേക്ക് തന്നെ ഒരു വാട്സപ്പ് കോൾ വന്നു. വരുന്നതെല്ലാം വാട്സപ്പ് കോളുകളാണ്. ഫോൺ വിളിച്ച ആള് വിഹാന്റെ പിതാവിനോട് വിഹാൻ സുരക്ഷിതനായിരിക്കുന്നു എന്നാണ് ആദ്യം പറഞ്ഞത്. പണം റെഡിയാക്കിയിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് പണം റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് വിഹാന്റെ പിതാവ് പറഞ്ഞതും ഫോൺ വിളിച്ചയാള് വിഹാന്റെ അച്ഛനോട് പറഞ്ഞത് അവർക്ക് പണം ലഭിക്കേണ്ടത് നദിക്ക് അക്കരെയുള്ള മാളിലാണെന്നാണ്. നദിക്ക് അക്കരെയുള്ള മാളിൽ പണം എത്തിക്കേണ്ട ദിവസവും സമയവും വിഹാന്റെ പിതാവ് ഗുപ്തയെ അറിയിക്കാമെന്നും ആ വിവരം പോലീസിനോട് സൂചിപ്പിച്ചാൽ വിഹാനെ കൊന്നുകളയുമെന്നും ഫോൺ വിളിച്ചയാള് വിഹാന്റെ അച്ഛൻ ഗുപ്തയോട് പറഞ്ഞു. വിഹാന്റെ പിതാവിനോട് നദിക്ക് അക്കരെയുള്ള മാളിൽ പണം എത്തിക്കാൻ ആവശ്യപ്പെട്ട കാര്യം പോലീസ് അറിഞ്ഞു. നദിക്ക് അക്കരെയുള്ള ആ മാളിനെ ക്രോസ് റിവർ മാളെന്ന് വിളിക്കുക. അങ്ങനെ വിഹാനെ കണ്ടുപിടിക്കാനുള്ള പ്രോജക്റ്റിന് അവർ ഒരു പേരിട്ടു, ക്രോസ് റിവർ ഓപ്പറേഷൻ, ചുരുക്കി സീ റിവർ ഓപ്പറേഷൻ. സീ റിവർ ഓപ്പറേഷന്റെ ചുമതല ആ നിമിഷം മുതൽ ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തു. ക്രൈംബ്രാഞ്ച് DCP രാം ഗോപാൽ നായിക്കിനാണ് ചുമതല. രാം ഗോപാൽ നായിക് ചുമതല ഏറ്റെടുത്തോടുകൂടി 100 കണക്കിന് പോലീസുകാരെ രംഗത്തിറക്കുകയാണ്. പോലീസുകാരെ മഫ്റ്റിയിലാണ് യഥാർത്ഥത്തിൽ രാം ഗോപാൽ നിരീക്ഷിക്കാനായി രംഗത്തിറക്കിയത്. വിഹാന്റെ പിതാവിന് വന്ന രണ്ടാമത്തെ കോളും കളഞ്ഞുപോയ ഒരു മൊബൈലിൽ നിന്നാണ് ലഭിച്ചിരിക്കുന്നത്. ആളുകളുടെ മൊബൈൽ തിരക്കേറിയ സ്ഥലത്ത് വെച്ച്
മോഷ്ടിക്കുന്ന ആരോ ആ മൊബൈലിലൂടെ വിഹാന്റെ പിതാവിനെ കോണ്ടാക്ട് ചെയ്യുകയാണ്. കൃത്യമായ ഇന്റർവെല്ലുകളിൽ അവർ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. വിളിക്കുമ്പോൾ അവർ ചോദിക്കുന്നത് പണം റെഡിയായോ എന്നാണ്. പോലീസ് പണം റെഡിയായില്ല എന്ന് പറയാൻ പറഞ്ഞിരിക്കുന്നത് കൊണ്ട് വിഹാന്റെ പിതാവ് ആ മറുപടി ആവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. പണം റെഡിയാകുന്നതേ ഉള്ളൂ എന്ന് വിഹാന്റെ പിതാവ് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ആ മറുപടി കള്ളമാണെന്ന് വിഹാനോട് സംസാരിക്കുന്ന വ്യക്തിക്ക് അറിയാമെന്നൊരു സൂചന അയാളുടെ സംഭാഷണത്തിൽ നിന്ന് പോലീസിനും വിഹാന്റെ പിതാവിനും മനസ്സിലാവുന്നത് ഒരു പ്രത്യേക നിമിഷത്തിലാണ്. നിങ്ങളുടെ കയ്യിൽ പണമില്ല എന്നൊന്നും പറയരുത്, നിങ്ങളുടെ കയ്യിൽ പണം ഉണ്ടെന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് നിങ്ങളുടെ കുട്ടിയെ ഞാൻ തട്ടിക്കൊണ്ടു പോയതെന്ന് അയാൾ പറയുന്നത് കൃത്യമായും പോലീസും വിഹാന്റെ പിതാവും കേൾക്കുന്നുണ്ടായിരുന്നു. ആ കോള് കട്ടായതും വിഹാന്റെ അച്ഛൻ ഗുപ്തയോട് പോലീസ് കാര്യം തിരക്കി. നിങ്ങളുടെ കയ്യിൽ പണമുണ്ടെന്ന് ഈ കോള് വിളിച്ചാൽ എങ്ങനെ മനസ്സിലാക്കിയത്? നിങ്ങളുടെ കയ്യിൽ എങ്ങനെ പണം വന്നത്? ഗുപ്തയോടുള്ള പോലീസിന്റെ ചോദ്യത്തിന് ഗുപ്തയ്ക്ക് വ്യക്തമായ ഉത്തരമുണ്ട്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ഗുപ്തയുടെ ഒരു പ്രോപ്പർട്ടി സെയിൽ നടന്നത്. 57 ലക്ഷം രൂപയ്ക്കാണ് ആ പ്രോപ്പർട്ടി വിറ്റുപോയത്. ആ പണം ഗുപ്തയുടെ അക്കൗണ്ടിൽ എത്തിയ കാര്യം ഗുപ്തയുമായി വേണ്ടപ്പെട്ട ആളുകൾക്ക് അറിയാം. ആ വിവരം കേട്ടതും പോലീസിന് പെട്ടെന്ന് ഒരു സംശയം ഉണ്ടാവുകയാണ്. ആ 57 ലക്ഷം രൂപയുടെ ട്രാൻസാക്ഷനെ കുറിച്ച് അറിയാവുന്ന ആരോ ആണ് വിഹാനെ തട്ടിക്കൊണ്ടുപോകാനുള്ള പദ്ധതിയുടെ പിന്നിൽ. അക്കാര്യത്തിൽ പോലീസ് സംശയമേ ഇല്ല. ഈ സമയത്താണ് പോലീസിന് ഡ്രൈവറിൽ നിന്ന് മറ്റൊരു ഇൻഫർമേഷൻ കിട്ടുന്നത്. കാലിൽ വെടിയേറ്റ് ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ട ഡ്രൈവർ അവിടെ കിടക്കയിൽ കിടക്കുമ്പോഴാണ് അയാളുടെ മനസ്സിലേക്ക് ചില ചിത്രങ്ങളൊക്കെ കടന്നു വരുന്നത്. അയാൾ നടന്ന സംഭവം ഒന്നുകൂടി ഒന്ന് റീവൈൻഡ് ചെയ്ത് ആലോചിച്ച് നോക്കിയപ്പോൾ അതിന്റെ തലയ്ക്കും തലേ ദിവസം അതേ ബൈക്ക് അയാളുടെ ബസ്സിന് പുറകെ ഉണ്ടായിരുന്നതായി ഒരു തോന്നൽ അയാൾക്കുണ്ട്. അയാൾ ഒന്നുകൂടി ഒന്ന് റീവൈൻഡ് ചെയ്തപ്പോൾ അതിനു മുമ്പ് വേറൊരു ദിവസവും അതേ ബൈക്ക് അതേ ആളുകളും ബസ്സിന് പുറകെ ഉണ്ടായിരുന്നതായി ഒരു ഓർമ്മ കൂടി അയാൾക്കുണ്ട്. ആ കാര്യമാണ് ഇപ്പോൾ അയാൾ പോലീസിനോട് പങ്കുവച്ചത്. ശരിക്കും അമ്പരപ്പിക്കുന്ന ഒരു ഇൻഫർമേഷനാണ് ഡ്രൈവർ പങ്കുവച്ചിരിക്കുന്നത്. കുറച്ച് ദിവസങ്ങളായി ആ ബൈക്ക് ആ ബസ്സിനെ ഫോളോ ചെയ്യുകയായിരുന്നു എന്ന് വ്യക്തമാണ്. ആ വിവരം അറിഞ്ഞ പോലീസ് പെട്ടെന്ന് ഗുപ്തയെ കോണ്ടാക്ട് ചെയ്തു. അയാളുടെ കച്ചവടം നടന്ന ഡേറ്റ് ആണ് അവർ ചോദിച്ചറിഞ്ഞത്. ആ ഡേറ്റും ഡ്രൈവർ പറയുന്ന ആ ഡേറ്റും തമ്മിൽ കമ്പയർ ചെയ്തപ്പോൾ പോലീസിന് ആ കാര്യം ഒരിക്കൽ കൂടി ഉറപ്പായി. ഗുപ്തയുടെ പ്രോപ്പർട്ടി സെയിൽ നടന്നതിന് ശേഷമാണ് ബസ്സിനെ ഫോളോ ചെയ്ത് ആ ബൈക്ക് കണ്ടു തുടങ്ങിയത്. എന്ന് പറഞ്ഞാൽ ഗുപ്തയുടെ കയ്യിൽ പണം വന്ന ആ ഇൻസിഡന്റ് മുതലാണ് ഈ തട്ടിക്കൊണ്ടുപോകലുമായി ബന്ധപ്പെട്ട പ്ലാൻ ആരായാലും രൂപീകരിക്കുന്നത്. വിഹാനെ തട്ടിക്കൊണ്ടുപോകാൻ തീരുമാനിച്ച വ്യക്തിക്ക് വ്യക്തമായും ഗുപ്തയുടെ ആ പ്രോപ്പർട്ടി വിറ്റ കാര്യം അറിയാം, അല്ലെങ്കിൽ ഗുപ്തയുടെ പ്രോപ്പർട്ടിയുടെ പണം ഗുപ്തയുടെ അക്കൗണ്ടിൽ വന്ന കാര്യം അയാൾക്ക് നന്നായിട്ട് അറിയാം. അങ്ങനെ അറിവുള്ള ആളുകളിലേക്ക് അന്വേഷണത്തെ ചുരുക്കിയാൽ ആരാണ് ഈ തട്ടിക്കൊണ്ടുപോകലിന്റെ പിന്നിലെന്ന് കണ്ടുപിടിക്കാൻ പറ്റുമെന്നൊരു ധാരണ രാംഗോപാൽ നായിക്കിനും ടീമിനും ഉണ്ടാവുകയാണ്. ഗുപ്തയോട് അവര് വിവരങ്ങൾ തിരക്കി തുടങ്ങി. ആരൊക്കെയാണ് ഈ പ്രോപ്പർട്ടി വിൽപ്പനയുമായി ബന്ധപ്പെട്ട് അയാളുമായി സഹകരിച്ചത്? ആ വിവരം തിരക്കുമ്പോഴാണ് ശരിക്കും രസകരമായ ഒരുപാട് ഇൻഫർമേഷൻ പോലീസും തേടി വരുന്നത്. ഗുപ്ത റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട് ഒരു കച്ചവടം നടത്താനായി തീരുമാനിക്കുമ്പോൾ സ്വാഭാവികമായും ഒരുപാട് ഏജന്റുകൾ ആ വിവരം അറിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ പോലീസ് വിചാരിച്ചതുപോലെ കൃത്യമായി ആളിലേക്ക് എത്താൻ കഴിയുന്ന ഒരു ഇൻഫർമേഷനും ഗുപ്തയിൽ നിന്ന് കിട്ടിയില്ല. കമ്മീഷൻ ഏജന്റുകളായി വർക്ക് ചെയ്യുന്ന അനവധി ആളുകളുണ്ട്. ഒരു പ്രോപ്പർട്ടി ഒരിടത്ത് വിൽക്കാനുണ്ടെന്ന് കേട്ടാൽ സ്വാഭാവികമായും അത് വിൽപ്പിക്കാനായി അനവധി ആളുകളെ കൊണ്ടുവന്ന് കാണിക്കുന്ന പതിവ് ഈ കമ്മീഷൻ ഏജന്റുമാർക്കുണ്ട്. അങ്ങനെ കൊണ്ടുവന്ന് കാണിച്ച ഏതോ കമ്മീഷൻ ഏജന്റ് വഴിയാണ് വിഹാനെ തട്ടിക്കൊണ്ടുപോയിരിക്കുന്ന ആളുകൾ ഈ പണമിടപാട് നടന്ന വിവരം അറിഞ്ഞിരിക്കുന്നത്. എന്തായാലും ആ കമ്മീഷൻ ഏജന്റുകൾ, സ്ഥലം വന്നു കണ്ട ആളുകൾ, സ്ഥലം വില കൊടുത്ത് വാങ്ങിച്ച ആളുകൾ, ഈ പ്രോപ്പർട്ടി രജിസ്റ്റർ ചെയ്ത സ്ഥലത്ത് ഉണ്ടായിരുന്ന ആളുകൾ, ബാങ്കിലുള്ള ആളുകൾ, സ്വാഭാവികമായി ഇവരുമായി യാത്രക്കിടയിൽ കണ്ടുമുട്ടുന്ന ആളുകൾ, ഇങ്ങനെ ഒരു ഗ്യാങ്, അതിനകത്തുള്ള ആരോ ഒരാൾ ഈ തട്ടിക്കൊണ്ടുപോകലിന്റെ പ്ലാനിങ്ങിന്റെ ഭാഗമാണ്. അക്കാര്യം പോലീസ് ഏതാണ്ട് ഉറപ്പിച്ചു. പക്ഷെ അത് ആരാണ് എന്ന് കണ്ടുപിടിക്കാൻ പോലീസിന് ഇതുവരെ പറ്റിയിട്ടില്ല. ഇതിനിടയിൽ ഒരു കോള് വിഹാന്റെ പിതാവിനെ തേടി വന്നപ്പോൾ ആ കോളിനെ ഫോളോ ചെയ്ത് പോലീസ് ഒരു ഓട്ടം തന്നെ നടത്തി. അതിന്റെ കാരണം ആ കോള് വിളിച്ച ഫോണ് മൂവ് ചെയ്യുന്നതായി പോലീസ് കണ്ടതാണ്. പോലീസിന്റെ കൺട്രോൾ ടവറിൽ അവർക്ക് ആ കോള് മൂവ് ചെയ്യുന്ന ഇൻഫർമേഷൻ ടെലിഫോൺ കമ്പനികൾ വഴി ലഭിച്ചു. മൂവ് ചെയ്യുന്ന ആ ഫോണിനെ ഫോളോ ചെയ്ത് പോലീസ് എത്തിയത് മധ്യപ്രദേശിലാണ്. ശരിക്കും അമ്പരപ്പിക്കുന്ന ഒരു ഇൻഫർമേഷനാണ് ആ ഫോണിന്റെ ഉടമയെ കണ്ടപ്പോൾ പോലീസിന് കിട്ടുന്നത്. അയാളുടെ ഫോണ് യാത്രയിൽ സൈലന്റ് ആയിരുന്നു. അയാൾ ഒരു ട്രക്ക് ഡ്രൈവറാണ്. ട്രക്ക് ഡ്രൈവറായ അയാൾക്കും വിഹാനെ തട്ടിക്കൊണ്ടുപോകലും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പോലീസ് അയാളുടെ തിരക്കുമ്പോൾ അയാൾ ശരിക്കും ഞെട്ടിപ്പോവുകയാണ്. അയാളുടെ കോളിൽ നിന്ന് വിഹാന്റെ പിതാവിനെ വിളിച്ച കോള് പോലീസ് പക്ഷേ കണക്ട് ചെയ്തെടുത്തു. അത് കാണിച്ചപ്പോഴാണ് ആ ഡ്രൈവർ പോലീസിനോട് ആ കാര്യം പറഞ്ഞത്. യാദൃശ്യവശാൽ അയാൾ യാത്രക്കിടയിൽ ഒരു ടീ ഷോപ്പിന് മുമ്പിൽ
വാഹനം നിർത്തിയിരുന്നു. അവിടെ തന്നെ അയാൾ ചായ കുടിക്കുമ്പോൾ അയാളുടെ അടുത്തിരുന്ന് ചായ കുടിച്ച വ്യക്തി ഒരു കോൾ വിളിക്കാൻ ഫോൺ ചോദിച്ചത് അപ്പോഴാണ് ആ ഡ്രൈവർക്ക് ഓർമ്മ വന്നത്. അയാൾ ആ സമയത്ത് കൂടുതലൊന്നും ആലോചിക്കാതെ ഫോണ് ആ അപരിചിതന് കൊടുത്തിരുന്നു. ഏതാനും മിനിറ്റുകൾ കഴിഞ്ഞ് കോൾ വിളിച്ചിട്ട് അയാൾ ഫോൺ തിരിച്ചു കൊടുക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ആ ചായ കുടിച്ചിരുന്ന ആളെ കൂടുതൽ ഓർത്തെടുക്കാനൊന്നും ഈ ട്രക്ക് ഡ്രൈവർക്ക് പറ്റുന്നുമില്ല. ഇങ്ങനൊരു സാഹചര്യത്തെക്കുറിച്ച് ഒരിക്കലും ആ ട്രക്ക് ഡ്രൈവർ സങ്കല്പിച്ചിട്ടില്ലാത്തത് കൊണ്ട് ഫോൺ കൊടുത്തതിന് ശേഷം അയാൾ യഥാർത്ഥത്തിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഫോൺ വിളിച്ചയാളെ അയാൾ ശ്രദ്ധിച്ചത് പോലുമില്ല എന്നാണ് സത്യം. ഫോൺ വിളിച്ചു കഴിഞ്ഞതിന് ശേഷം ആ അപരിചിതൻ ട്രക്ക് ഡ്രൈവർക്ക് ഫോൺ കൈമാറിയതും അയാൾ ഫോൺ വാങ്ങിച്ച് പോക്കറ്റിട്ട് പണവും കൊടുത്ത് അയാളേക്ക് പോവുകയും ചെയ്തു. വിവരങ്ങൾ കേട്ട പോലീസ് ആകെ വട്ടായതുപോലെയായി. ദിവസങ്ങൾ ഇങ്ങനെ ഓടിപ്പോവുകയാണ്. ജനുവരി കഴിഞ്ഞു, ഫെബ്രുവരി തുടങ്ങി. ഫെബ്രുവരി 1 പോലീസിനെ ഞെട്ടിച്ചുകൊണ്ട് ഒരു കോൾ കൂടി വന്നു. ആ കോള് ഇതുവരെയുള്ള കോളുകളിൽ നിന്ന് ലേശം വ്യത്യാസമുണ്ട്. ആ കോൾ വിളിച്ചത് ഒരു സ്ത്രീയാണ്. ഇതുവരെ പുരുഷന്മാർ മാത്രമാണ് ഈ സംഭവത്തിന്റെ പിന്നിലുള്ളതെന്ന് കരുതിയിരുന്ന പോലീസിനെ ഞെട്ടിച്ചുകൊണ്ടാണ് സ്ത്രീയുടെ കോൾ വന്നത്. ആ കോളും ആവശ്യപ്പെട്ടത് സിമ്പിൾ കാര്യമാണ്. എത്രയും പെട്ടെന്ന് പണം അവർക്ക് ഹാൻഡ് ഓവർ ചെയ്യണം, അല്ലെങ്കിൽ വിഹാനെ ജീവനോടെ കാണാമെന്നുള്ള അവരുടെ ആഗ്രഹം നടക്കില്ല എന്ന് കോള് വിളിച്ച ആ സ്ത്രീ ഉറപ്പിച്ചു പറഞ്ഞു. ആ കോള് കട്ടായതും പോലീസ് ആ ശബ്ദം ഒന്നുകൂടി അനലൈസ് ചെയ്തു. അത് സ്ത്രീയുടെ ശബ്ദമാണെങ്കിലും അതിൽ ഒരു പുരുഷന്റെ ശബ്ദത്തിന്റെ സാമ്യമുണ്ടെന്ന് തോന്നിയപ്പോൾ പോലീസിന്റെ മനസ്സിലേക്ക് പെട്ടെന്നാണ് ഒരു ചിന്ത കടന്നു വന്നത്. ഇത് ട്രാൻസ്ജെൻഡേഴ്സ് അംഗങ്ങളായ ഗ്രൂപ്പിന്റെ പരിപാടി ആണോ? ശരിക്കും അമ്പരപ്പിക്കുന്ന ഒരു സംശയമാണ് പോലീസിന്റെ മനസ്സിലേക്ക് വന്നത്. ഈസ്റ്റ് ഡൽഹിയിൽ ട്രാൻസ്ജെൻഡേഴ്സ് താമസിക്കുന്ന ഒരു മേഖലയുണ്ട്. പോലീസ് അതിവേഗം ആ മേഖലയങ്ങ് വളഞ്ഞു. അവിടെയുള്ള മുഴുവൻ ട്രാൻസ്ജെൻഡേഴ്സിനെയും പോലീസ് പൊക്കിയെന്ന് തന്നെ പറയാം. സകലരെയും ചോദ്യം ചെയ്തെങ്കിലും വിഹാന്റെ തിരോധാനവുമായി ബന്ധിപ്പിച്ചുകൊണ്ട് ഒരു ഇൻഫർമേഷനും പോലീസിന് ആ ട്രാൻസ്ജെൻഡേഴ്സിന് കിട്ടിയില്ല. അവർക്ക് ഈ സംഭവങ്ങളുമായി ഒരു ബന്ധവുമില്ല എന്ന് ഏതാനും നിമിഷ നേരത്തെ സംഭാഷണത്തിൽ തന്നെ പോലീസിന് ഏകദേശം മനസ്സിലായി. പോലീസ് അവരെ പൂർണ്ണമായും സംശയത്തിൽ നിന്ന് മാറ്റി നിർത്താതെ അവരെ സംശയിക്കത്തക്ക ആളുകളുടെ കൂട്ടത്തിൽ നിർത്തിയതിനു ശേഷം അടുത്ത മേഖലയിലേക്ക് തിരക്കി തുടങ്ങിയാണ്. ഇപ്പോ അന്വേഷിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ എണ്ണം ഏകദേശം 300 കഴിഞ്ഞിരിക്കുകയാണ്. വിദ്യാർത്ഥികളുടെ രൂപത്തിലും അതുപോലെ സെയിൽസ് പേഴ്സന്റെ രൂപത്തിലും പോലീസ് സകല ഫ്ളാറ്റുകളും സകല റെസിഡൻഷ്യൽ മേഖലകളും ഇപ്പോ അരിച്ചു പറക്കി തുടങ്ങി. അതിന്റെ കാരണം വിഹാന്റെ പിതാവിന് ലഭിച്ച ഒരു വീഡിയോ മെസ്സേജാണ്. വിഹാൻ ഒരു ഫ്ളാറ്റിനകത്താണ് താമസിക്കുന്നതെന്ന് വ്യക്തമാകുന്ന ഒരു വീഡിയോ ആണ് വിഹാന്റെ പിതാവിന് ലഭിച്ചിരിക്കുന്നത്. വിഹാൻ വീഡിയോ കാണുന്ന, TV കാണുന്ന, ചോക്ലേറ്റ് കഴിക്കുന്ന, ഐസ്ക്രീം കഴിക്കുന്ന ഒരു വീഡിയോ ആണ് വിഹാന്റെ പിതാവിനുള്ളത്. ആ വീഡിയോ സൂക്ഷ്മമായി പരിശോധിച്ച പോലീസിന് ഒരു കാര്യം കൂടി മനസ്സിലായിരിക്കുകയാണ്. ആ ഫ്ലാറ്റ് താഴത്തെ നിലയിലല്ല, 3ാമത്തെ നിലയിലോ 4ാമത്തെ നിലയിലോ അല്ലെങ്കിൽ അതിന് മുകളിലേക്കോ ഉള്ള ഒരു ഫ്ലാറ്റിലാണ് ആ കുട്ടി ഉള്ളത്. അക്കാര്യത്തിൽ സംശയമൊന്നുമില്ല. കുട്ടിയെ ഉപദ്രവിക്കാതെ കുട്ടിയെ കൂടെ നിർത്തിയിരിക്കുകയാണ്. കുട്ടിയുടെ മുഖത്ത് അധികം വിഷമമൊന്നുമില്ല. അതിന്റെ അർത്ഥം അവരുമായി നല്ല ചങ്ങാത്തത്തിൽ ആയിരിക്കുന്ന ആരോ ആണ് അവനെ തടവിലിട്ടിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും പോലീസിന് സംശയം ഗുപ്തയുടെ ബന്ധുക്കളിലേക്കും സുഹൃത്തുക്കളിലേക്കും വിഹാനുമായി ബന്ധമുള്ള മറ്റ് വ്യക്തികളിലേക്കൊക്കെ മാറുകയാണ്. അവന് നല്ല പരിചയമുള്ള ആരോ ആണ് അവനെ തട്ടിക്കൊണ്ടുപോയിരിക്കുന്നത്. അങ്ങനെ ഒരു ചിന്തയാണ് ആ വിഷ്വലുകൾ പോലീസിനെ മനസ്സിലേക്ക് കൊണ്ടുവരുന്നത്. പോലീസ് ആ വീടും ആ സ്ഥലവും ഐഡന്റിഫൈ ചെയ്യാനായിട്ടാണ് സെയിൽസ് റെപ്രസെന്റേറ്റീവ്സ് ആയിട്ടും വിവരശേഖരണം നടത്തുന്ന MBA സ്റ്റുഡൻസുമായിട്ടും പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ രംഗത്തിറക്കിയത്. ശരിക്കും ഒരു അരിച്ചു പറക്കിയുള്ള അന്വേഷണം നടക്കുന്നുവെന്ന് വ്യക്തം. ഒരു കാരണവശാലും തട്ടിക്കൊണ്ടുപോയ ആൾക്കാർക്ക് പോലീസ് അവരെ വളഞ്ഞുവെന്ന് ഒരു ധാരണ ഉണ്ടാകരുതെന്ന് പോലീസിന് നിർബന്ധമുണ്ട്. അതുകൊണ്ട് തന്നെ അന്വേഷണം പൂർണ്ണമായും സിവിൽ ഡ്രസ് ഉപയോഗിക്കുന്ന ഉദ്യോഗസ്ഥരെ മാത്രം ഉപയോഗിച്ചാണ്. ഇതേ സമയത്ത് സകല റെസിഡൻഷ്യൽ ഏരിയകളും പോലീസ് നിരീക്ഷണത്തിന് വിധേയമാക്കിയിട്ടുണ്ട്. റെസിഡൻഷ്യൽ ഏരിയകളിൽ പലപ്പോഴും പോലീസിന് ഇൻഫർമേഷൻ കൊടുക്കുന്ന ആളുകൾ ഉണ്ടാവും. റെസിഡൻഷ്യൽ ഏരിയകൾ മാത്രമല്ല, മാർക്കറ്റിലും റെയിൽവേ സ്റ്റേഷനിലും അതുപോലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലൊക്കെയും പോലീസിന് ഇൻഫർമേഷൻ കൊടുക്കുന്ന ആളുകളുണ്ട്. അവരെ പോലീസ് വിളിക്കുക അവരുടെ അസറ്റ് എന്നാണ്. SI രാജ്കുമാറിനും ശ്യാംലാലിനും ഒരു ഇൻഫർമേഷൻ കിട്ടി. ഗോലാപൂരി റെസിഡൻഷ്യൽ ഏരിയയിൽ താമസിക്കുകയായിരുന്ന 3 ചെറുപ്പക്കാരെ ജനുവരി 25 ശേഷം അങ്ങനെ അധികം കണ്ടിട്ടില്ല എന്നുള്ള ഒരു ഇൻഫർമേഷനാണ് SI രാജ്കുമാറും കോൺസ്റ്റബിൾ ശ്യാംലാലും അറിഞ്ഞത്. വളരെ വിശ്വസനീയമായ ഒരു ഇൻഫർമേഷനാണ്. സാധാരണഗതിയിൽ പണിക്ക് പോകുന്ന ആ ചെറുപ്പക്കാർ ചില ദിവസങ്ങളിൽ വീട്ടിലേക്ക് വരാറില്ല. പക്ഷെ ഇത്രയും നീണ്ടൊരു ഡ്യൂറേഷൻ ഒരു സംശയം ഉണ്ടാക്കിയത് കൊണ്ടാണ് ആ ഇൻഫോമർ രാജ്കുമാറിനോടും ശ്യാംലാലിനോടും അക്കാര്യം സൂചിപ്പിച്ചത്.
സ്വാഭാവികമായിട്ടും ആ മിസ്സായ ചെറുപ്പക്കാരെ കുറിച്ചുള്ള ഇൻഫർമേഷൻ രാജ്കുമാറും ശ്യാംലാലും ശേഖരിച്ചു. 3 ചെറുപ്പക്കാരാണ്. ആ ചെറുപ്പക്കാരിൽ ഒരാൾ നിതിൻ കുമാർ ശർമ്മയാണ്. രണ്ടാമത്തെ ആള് പങ്കജ്, മൂന്നാമത്തത് രവി. ആ 3 പേരെ കുറിച്ചാണ് റിസർച്ച് ഏരിയയുമായി ബന്ധപ്പെട്ട ഇൻഫോമർ പോലീസിനോട് സൂചിപ്പിച്ചത്. പോലീസ് നിതിൻ കുമാർ ശർമ്മയുടെ വീട്ടിലെത്തി. 10,500 രൂപ മാസ വാടകയ്ക്ക് 2 ബെഡ്റൂമുള്ള ഒരു വീട് നിതിൻ കുമാർ ശർമ്മയും ഭാര്യയും കൂടി വാടകയ്ക്ക് എടുത്തിട്ട് കുറെ നാളായി. ആ വീട്ടിലാണ് പോലീസ് പരിശോധനയ്ക്ക് എത്തിയത്. പക്ഷെ ആ വീട്ടിൽ ആരുമില്ല. ആ വീട് തുറന്നു പരിശോധിച്ച പോലീസിന് ആ വീട്ടിൽ സ്ത്രീകൾ ഉപയോഗിക്കുന്ന സാരിയും മറ്റ് വസ്ത്രങ്ങളും ഒക്കെ കാണാൻ പറ്റി. കുറച്ച് ആഭരണങ്ങളും ഉണ്ട്. പക്ഷെ നിതിൻ കുമാർ ശർമ്മ അവിടെ ഇല്ല. അവിടെ ഭാര്യയുമില്ല. സ്വാഭാവികമായിട്ടും അടുത്ത താമസക്കാരിൽ നിന്ന് നിതിൻ കുമാർ ശർമ്മയുടെ ഭാര്യ എവിടെയാണ് ഉണ്ടാകാൻ സാധ്യതയുള്ള വിവരം പോലീസ് തിരക്കി അറിയുകയാണ്. പോലീസിന് ഒരു ലീഡ് കിട്ടിയതുപോലെ ഒരു തോന്നലുണ്ട്. ആ തോന്നലിന്റെ അടിസ്ഥാനത്തിൽ അവർ നിതിൻ കുമാർ ശർമ്മയുടെ ഭാര്യയെ കണ്ടുപിടിച്ചു. അവരുടെ വീട്ടിൽ പോയിരിക്കുകയായിരുന്നു. നിതിൻ കുമാർ ശർമ്മയുടെ ഭാര്യയുടെ കയ്യിൽ നിന്ന് നിതിൻ കുമാറിന്റെ ഫോൺ നമ്പർ പോലീസ് സംഘടിപ്പിച്ചു. ആ നമ്പറിലേക്ക് നിതിൻ കുമാറിന്റെ ഭാര്യയെ കൊണ്ട് ഒന്ന് വിളിപ്പിച്ചപ്പോൾ ആ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. ഫോൺ സ്വിച്ച് ഓഫ് ആണെന്ന് കണ്ടതും പോലീസ് നിതിൻ കുമാറിന്റെ ഭാര്യയോട് എന്നാണ് നിതിൻ കുമാറിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയെന്ന് ചോദിച്ചു. അവർക്ക് അതിനൊരു മറുപടിയില്ല. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഫോണ് സ്വിച്ച് ഓഫ് ആണ്. പക്ഷെ ഇടയ്ക്ക് ഭർത്താവ് വിളിക്കാറുണ്ടെന്നും അവർ സൂചിപ്പിച്ചു. ഇടയ്ക്കിടയ്ക്ക് ഫോൺ വിളിച്ചിട്ട് ഫോൺ സ്വിച്ച് ഓഫ് ആക്കുകയാണെങ്കിൽ അതിന്റെ പിന്നിൽ എന്തെങ്കിലും ഒരു കാരണമുണ്ടാകും. പോലീസല്ലേ, സ്വാഭാവികമായും അവരുടെ മനസ്സിൽ സംശയം ഉണ്ടായി. പോലീസ് സൈബർ സെല്ലിന് നിതിൻ കുമാർ ശർമ്മയുടെ ഫോൺ നമ്പർ നിരീക്ഷിക്കാൻ ഏൽപ്പിക്കുന്നത് ആ കാരണത്താലാണ്. നിതിൻ കുമാർ ശർമ്മയുടെ ഫോൺ സ്വിച്ച് ഓൺ ആകാനായി സൈബർ സെല്ലുകാർ അങ്ങനെ കാത്തിരിക്കുമ്പോൾ ഒരു ദിവസം ആ ഫോൺ സ്വിച്ച് ഓൺ ആയി. ഫോൺ സ്വിച്ച് ഓൺ ആയെന്ന് മനസ്സിലായതും സൈബർ സെൽ ഉത്സാഹഭരിതരായി കാത്തിരിക്കുമ്പോൾ അതിൽ നിന്ന് ഒരു കോൾ മറ്റൊരു നമ്പറിലേക്ക് പോവുകയാണ്. ആ കോള് കണക്ട് ആയതും മറുഭാഗത്തുള്ള ആള് നിതിൻ കുമാർ ശർമ്മയോട് കുറച്ച് പാലും ബിസ്ക്കറ്റും ചോക്ലേറ്റും വേണമെന്ന് പറയുന്നതാണ് സൈബർ സെല്ലിലെ ആ കോള് ശ്രദ്ധിക്കുന്ന ആളുകൾ കേട്ടത്. അവർ പ്രതീക്ഷിക്കുന്ന ഒരു കാര്യവുമല്ല ആ കോളിൽ സംസാരിച്ചത്. പക്ഷേ ഒരു കാര്യം അവരുടെ ശ്രദ്ധയിൽപ്പെട്ടു. കോള് വിളിച്ച വ്യക്തിയോട് മറുഭാഗത്തുള്ള ആള് എവിടെ നിന്നാണ് താൻ സാധനങ്ങൾ വാങ്ങാൻ പോകുന്നതെന്ന് സൂചിപ്പിക്കുന്നതാണ് പോലീസ് കേട്ടത്. വിവേക് വിഹാറിലെത്തി അവിടെ നിന്ന് ആ സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തുകൊണ്ട് വരാമെന്ന് നിതിൻ കുമാർ ശർമ്മ പറയുന്നതാണ് സൈബർ സെല്ലിലെ ഉദ്യോഗസ്ഥർ കേട്ടത്. സ്വാഭാവികമായിട്ടും ആ നിമിഷം തന്നെ ഫോൺ സ്വിച്ച് ഓഫ് ആയി. ഫോൺ സ്വിച്ച് ഓഫ് ആയത് എവിടെ വെച്ചാണെന്ന് കണ്ടുപിടിക്കാൻ സൈബർ സെല്ലിന് എളുപ്പം പറ്റും. സ്വിച്ച് ഓഫ് ആയ സ്ഥലം അവർ കണ്ടുപിടിച്ചു. ഫോൺ സ്വിച്ച് ഓഫ് ആയ സ്ഥലത്ത് നിന്ന് വിവേക് വിഹാറിലേക്ക് ആ വ്യക്തി വരും. ആ വ്യക്തിയുടെ രൂപം ഇപ്പോ പോലീസിന്റെ കയ്യിലുണ്ട്. നിതിൻ കുമാർ ശർമ്മയുടെ ഭാര്യയുടെ കയ്യിൽ നിന്ന് അയാളുടെ ഫോട്ടോ അവർ സംഘടിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ വ്യക്തിയെ കണ്ടാൽ ഇപ്പൊ പോലീസിന് അറിയാം. വിവേക് വിഹാറുമായി ബന്ധപ്പെട്ട മേഖലകളിൽ നിരീക്ഷണത്തിലുള്ള പോലീസുകാരെ ഉടൻ തന്നെ സൈബർ സെല്ലിൽ നിന്ന് വിവരം അറിയിച്ചു. ഫെബ്രുവരി 5 രാത്രി 10:40 നോർത്ത് ഈസ്റ്റ് ഡൽഹിയിൽ കാവൽ നിൽക്കുന്ന പോലീസുകാരുടെ കണ്ണിൽ ഒരു ഡിസൈർ കാർ പെടുന്നത് ആ സമയത്താണ്. ഡിസൈർ കാറിനകത്തേക്ക് ഈ നിതീഷ് കുമാർ ശർമ്മ കയറുന്നത് കണ്ട പോലീസ് ആ വിവരം മറ്റ് പോലീസ് ഉദ്യോഗസ്ഥരെ വിളിച്ചു പറയുമ്പോഴേക്കും നിതീഷ് കുമാറിന്റെ ആ ഡിസൈർ കാർ മൂവ് തുടങ്ങിയിരുന്നു. വിവരമറിഞ്ഞ ഹൈവേയിലെ പോലീസ് ഉടൻ തന്നെ നിതീഷ് കുമാറിന്റെ ആ കാറിനെ ഫോളോ ചെയ്തു. ശരിക്കും ആ നിമിഷം മുതൽ ഒരു റേസ് ആ ഹൈവേയിൽ സ്റ്റാർട്ട് ചെയ്യുകയാണ്. വാഹനം മുന്നോട്ട് നീങ്ങുമ്പോൾ തന്നെ നിതീഷ് കുമാർ ശർമ്മ തന്നെ പോലീസ് ഫോളോ ചെയ്യുന്നത് മനസ്സിലാക്കിയിട്ടുണ്ട്. അയാൾ അതിവേഗം ഹൈവേയിലൂടെ ആ ഡിസൈർ അടിച്ചു പറത്തുകയായിരുന്നു. കൃത്യം 11 മണി കഴിഞ്ഞ് 15 മിനിറ്റ് ആയതും സീമാപൂരിലിട്ട് പോലീസ് ആ ഡിസൈറിനെ വളഞ്ഞു. ഡിസൈർ കാറിന് മൂവ് ചെയ്യാൻ പറ്റാത്ത ശൈലിയിൽ ആ ഹൈവേയിൽ പോലീസ് ആ കാറ് വളഞ്ഞോടുകൂടി നിതീഷ് കുമാർ കാർ നിർത്തി. നിതീഷിനെ പൊക്കിയ പോലീസ് അടുത്ത 15 മിനിറ്റ് നിതീഷിനെ ചോദ്യം ചെയ്യുകയാണ്. ചോദ്യം ചെയ്യൽ കണിഷ്ഠതയോടുകൂടി നടന്നതും നിതീഷ് കുമാറിന് കാര്യങ്ങൾ തുറന്നു പറയേണ്ടി വന്നു. അടുത്ത അരമണിക്കൂറിനകത്ത് ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥരും കമാൻഡോസും അടങ്ങിയ ഒരു വൻ ടീം സാഹ്യാബാദിലെ ഷാലിമാർ സിറ്റിയിലെത്തി. അവിടെ ഷാലിമാർ സിറ്റി അപ്പാർട്ട്മെന്റിലാണ് വിഹാനെ താമസിപ്പിച്ചിരിക്കുന്നതെന്ന് നിതീഷ് കുമാർ ശർമ്മ പോലീസിനോട് സൂചിപ്പിച്ചിരിക്കുകയാണ്. സമയം അർദ്ധരാത്രി 12:40. ഒരു വൻ ടീമാണ് നിതീഷ് കുമാറുമായി ആ ഫ്ളാറ്റിനടുത്ത് എത്തിയിരിക്കുന്നത്. ആ ഫ്ളാറ്റിന്റെ കോമ്പൗണ്ടിലേക്ക് കടക്കാൻ മുൻവശത്തും പിൻവശത്തുമായി 2 ഗേറ്റുകളുണ്ട്. ഗേറ്റ് പോലീസ് അങ്ങ് വളഞ്ഞു. പോലീസ് അകത്തേക്ക് കടക്കുന്നത് ഫ്ളാറ്റുകളിലുള്ള പല ആളുകളും കണ്ടു. ശരിക്കും എന്താണ് സംഭവം എന്നറിയാൻ വേണ്ടി പലരും ഫ്ളാറ്റിലെ വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഗണ്ണുകളുമായി കമാൻഡോസ് അതിവേഗം ഫ്ളാറ്റിന്റെ മുകളിലേക്ക് കയറുന്നതാണ് അവർ കണ്ടത്.
വാതിൽ തുറന്ന ആളുകളോടായി പോലീസ് ശബ്ദമുണ്ടാക്കരുതെന്നും വാതിലടച്ച് അകത്തിരിക്കാനും ആവശ്യപ്പെട്ടതും സകലരും പെട്ടെന്ന് തന്നെ ഫ്ളാറ്റിനെ വാതിലടച്ച് അകത്തേക്ക് കയറി. എന്തോ ഒരു കമാൻഡോ ഓപ്പറേഷൻ ആ ഫ്ളാറ്റിൽ നടക്കാൻ പോവുകയാണെന്ന് ആ നിമിഷത്ത് തന്നെ ഫ്ളാറ്റുകളിലെ താമസക്കാർക്ക് മനസ്സിലായി. എന്താണ് സംഭവിക്കുന്നത് ആർക്കും ഒരു വിവരമില്ല. ജനാലയിൽ കൂടി അവർക്ക് ഒരു കാര്യം കൂടി വ്യക്തമാണ്. വൻതോതിൽ പോലീസ് ആ ഫ്ളാറ്റ് വളഞ്ഞിരിക്കുകയാണ്. ഏകദേശം 100ഓളം പോലീസുകാർ ആ ഫ്ളാറ്റിന് ചുറ്റുമുണ്ട്. ശരിക്കും വലിയൊരു കമാൻഡോ ഓപ്പറേഷൻ ആ ഫ്ളാറ്റിൽ നടക്കുകയാണ്. കുറെ നാളുകൾക്ക് മുമ്പ് ഒരു ഭീകരനെ പിടികൂടാനായി ഇതുപോലെ പോലീസ് ആ ഫ്ളാറ്റ് വളഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ ഏതെങ്കിലും ഭീകരന്മാർ ആ ഫ്ളാറ്റിനകത്ത് ഉണ്ടാകുമെന്നാണ് ആ കാഴ്ച ആളുകളോട് വിളിച്ചു പറയുന്നത്. ആളുകൾ ശ്വാസം അടക്കിപ്പിടിച്ച് എന്താണ് സംഭവിക്കുന്നത് അറിയാനായി കാത്തിരിക്കുമ്പോൾ നിതീഷ് കുമാർ ശർമ്മയുമായി പോലീസ് ആ 505 നമ്പർ ഫ്ളാറ്റിന് മുന്നിലെത്തി. 5ാമത്തെ നിലയിലാണ് ആ ഫ്ളാറ്റ്. പോലീസ് ആ ഫ്ളാറ്റിന് മുന്നിലെത്തിയതും പോലീസ് നിതീഷ് കുമാറിനോട് ഫ്ളാറ്റിന് മുന്നിലെ ബെല്ലടിക്കാൻ ആവശ്യപ്പെട്ടു. നിതീഷ് കുമാർ ബെല്ലടിച്ചു. ഫ്ളാറ്റിനകത്ത് ബെല്ലിന്റെ ശബ്ദം കേൾക്കുന്നത് പുറത്ത് കേൾക്കാം. പോലീസും നിതീഷ് കുമാറും അങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ ഫ്ളാറ്റിലെ ആ വാതിൽ തുറക്കപ്പെട്ടു. ഫ്ളാറ്റിന്റെ വാതിൽ തുറന്നതും ശരിക്കും അപ്രതീക്ഷിതമായ ഒരു കാര്യം സംഭവിക്കുകയാണ്. ഫ്ളാറ്റിന്റെ വാതിൽ തുറന്ന വ്യക്തി ആ വാതിലിന് മുന്നിലുള്ള ഗ്രില്ലിലൂടെ പുറത്തേക്ക് നിറയൊഴിച്ചു. നിതീഷ് കുമാറിന്റെ പുറകിൽ നിൽക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരെ ലക്ഷ്യമിട്ടുകൊണ്ടാണ് അകത്തുനിന്ന് നിറയൊഴിപ്പുണ്ടായത്. വെടി കൃത്യം ആ കമാൻഡോസിന്റെ നെഞ്ചിലായി ഏറ്റത്. ബുള്ളറ്റ് പ്രൂഫ് ഡ്രസ്സ് ധരിച്ചിരിക്കുന്ന ആ കമാൻഡോസ് വെടിയേറ്റ് താഴെ വീണു. ആ നിമിഷത്തിൽ തന്നെ തൊട്ടുപുറകിലുണ്ടായിരുന്ന പോലീസുകാർ നിതീഷ് കുമാറിനെ ഒരു വശത്തേക്ക് തള്ളി മാറ്റിയിട്ട് അകത്തേക്ക് നിറയൊഴിച്ചു. ശരിക്കും ഒരു ഫയറിംഗ് അകത്തേക്കും അതുപോലെ തിരിച്ച് ഫയറിംഗ് നടക്കുകയാണ്. ശക്തമായ ഫയറിംഗിന്റെ ഒടുവിൽ അകത്തുനിന്നുള്ള വെടിയുണ്ടകൾ പൂർണ്ണമായും നിലച്ചു. പോലീസ് നിശബ്ദമായി അല്പനേരം അങ്ങനെ തന്നെ നിന്നു. വെടിയുടെ ശബ്ദം അടുത്ത ഫ്ളാറ്റുകളിലൊക്കെ കേൾക്കുകയാണ്. പോലീസ് തിരക്കി വന്ന ഭീകരരുമായിട്ട് ശരിക്കും ഒരു ഏറ്റുമുട്ടൽ നടന്നിരിക്കുകയാണെന്നൊരു തോന്നൽ സ്വാഭാവികമായിട്ട് അടുത്ത ഫ്ളാറ്റുകളിലെ ആളുകൾക്കൊക്കെ ഉണ്ട്. അവരൊക്കെ ഭയന്ന് വിറച്ചങ്ങനെ ഇരിക്കുമ്പോൾ പോലീസ് ആ ഗ്രില്ലിന് അടുത്തെത്തി. ഗ്രില്ല് അകത്ത് നിന്ന് ഒരു വലിയ പൂട്ടിട്ട് പൂട്ടിയിരിക്കുകയാണ്. ആ പൂട്ട് തുറക്കാൻ ഒരു മാർഗവുമില്ല. ഗ്രില്ലിന് അകത്തുകൂടി പോലീസിന് ചില കാര്യങ്ങൾ വ്യക്തമായി കാണാം. 2 ആളുകൾ തറയിൽ കിടക്കുന്ന കാഴ്ചയാണ് അവർക്ക് വ്യക്തമായി കാണാവുന്നത്. 2 പേരുടെ ശരീരത്തിൽ നിന്നും രക്തം വാർന്നൊഴുകുകയാണ്. 2 പേർക്കും അനക്കമൊന്നുമില്ല. അകത്ത് ആ കുഞ്ഞു വിഹാൻ ഉണ്ടെന്നാണ് നിതീഷ് കുമാർ ശർമ്മ പോലീസിനോട് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അകത്ത് കയറാൻ ഒരു മാർഗവുമില്ല. ആ വീടിന്റെ താക്കോൽ അകത്താ ഉള്ളത്. അകത്ത് ഉള്ള 2 ആളുകളും വെടിയേറ്റ് താഴെ കിടക്കുകയാണ്. എന്ത് ചെയ്യണമെന്നറിയാതെ പോലീസ് കുഴങ്ങിയൊരു നിമിഷമാണ്. ആ നിമിഷത്തിലാണ് പോലീസിന്റെ കൂടെയുള്ള ഏകദേശം 100 കിലോഗ്രാം ഭാരമുള്ള ഒരു പോലീസുകാരൻ മുന്നോട്ട് വന്നത്. അയാളുടെ ഷോൾഡർ ഉപയോഗിച്ച് ആ ഗ്രില്ലിലേക്ക് ആഞ്ഞു നിടിച്ചു. ശരിക്കും നമ്മളൊരു ഭീമൻ എന്നൊക്കെ വിളിക്കില്ല, ആ ശൈലിയിൽ ഒരാളാണ് ആ പോലീസ് ഉദ്യോഗസ്ഥൻ. അയാൾ ഷോൾഡർ കൊണ്ട് ആഞ്ഞിടിച്ചപ്പോൾ ആ ഗ്രില്ല് ഒന്ന് അനങ്ങി. ആ ഗ്രില്ല് അനങ്ങുന്ന കണ്ടതും ബാക്കി പോലീസ് ഉദ്യോഗസ്ഥർ കൂടി ആ ഗ്രില്ലിൽ ആഞ്ഞിടിക്കാൻ തുടങ്ങി. ഏതാനും നിമിഷ നേരത്തെ കഠിനമായ പരിശ്രമത്തിനൊടുവിൽ അവസാനം ആ ഗ്രില്ല് ഒന്ന് പൊട്ടി. ഗ്രില്ല് പൊട്ടിയതും പോലീസ് ആ ഗ്രില്ല് തള്ളി തുറന്നു. പോലീസ് അകത്തേക്ക് കടന്നു. പോലീസ് നിറത്തോക്കുമായി ആദ്യം ഓടിയെത്തിയത് ആ വീണ് കിടക്കുന്ന ആളുകളുടെ അടുത്തേക്കാണ്. വീണ് കിടക്കുന്ന ആളുകളെ പരിശോധിച്ച് പോലീസിന് ആ കാര്യം ബോധ്യമായി. ഒരാൾ കൊല്ലപ്പെട്ട് കഴിഞ്ഞു, ഒരാൾക്ക് ജീവനുണ്ട്. പക്ഷെ അയാൾക്ക് കാര്യമായി വെടിയേറ്റിരിക്കുകയാണ്. ആ 2 പേരെയും നോക്കുന്നതിനിടയിൽ പോലീസ് ഉദ്യോഗസ്ഥരുടെ കണ്ണ് സ്വാഭാവികമായി തിരക്കുന്നത് നമ്മുടെ കുഞ്ഞു വിഹാനെയാണ്. ആ ഹാളിൽ വിഹാനില്ല. അവർ വിഹാനെ തിരക്കി അകത്തേക്ക് നടന്നു. വിഹാൻ എവിടെയെന്ന് നോക്കി പോലീസ് അകത്തേക്ക് വരുമ്പോൾ ബെഡ്റൂമിനകത്ത് മൂലയിൽ ചുവരിലേക്ക് മുഖം ചേർത്തുകൊണ്ട് ഒരു കൊച്ചു കുട്ടി നിൽക്കുന്നത് പോലീസ് ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയപ്പെട്ടു. ശരിക്കും ആ കുഞ്ഞ് വിറയ്ക്കുന്നുണ്ട്. പുറത്ത് ശക്തമായ വെടിവെപ്പ് നടക്കുന്നത് അവൻ അറിഞ്ഞിരിക്കുന്നു എന്ന് വ്യക്തം. ഭയന്ന് വിറയ്ക്കുന്ന ആ കുഞ്ഞിനോടായി പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു, ഏയ് വിഹാൻ, ഞങ്ങൾ പോലീസാണ്, ഇനി പേടിക്കണ്ട, അവരെ ഞങ്ങൾ പിടികൂടി. അങ്ങനെ പോലീസ് പറഞ്ഞിട്ടും വിഹാൻ തിരിയുന്നില്ല. ശരിക്കും അവൻ മുഖം ചുവരിലേക്ക് ചേർത്ത് പിടിച്ച് ഭയന്ന് നിൽക്കുകയാണ്. ആ പോലീസ് ഉദ്യോഗസ്ഥൻ വീണ്ടും വിഹാനോട് പറഞ്ഞു, വിഹാൻ പേടിക്കണ്ട കേട്ടോ, അവരെ ഞങ്ങൾ പിടികൂടി. അങ്ങനെ 2 തവണ ആ പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞതും വിഹാൻ ഒന്ന് തിരിഞ്ഞു. ശരിക്കും വിഹാന് വിശ്വാസം വരുന്നുണ്ടായിരുന്നില്ല. സംശയിച്ചാണ് അവൻ ഒന്ന് തിരിഞ്ഞത്. തിരിഞ്ഞപ്പോൾ അവൻ പോലീസ് ഉദ്യോഗസ്ഥന്റെ യൂണിഫോമാ കണ്ടത്. ഒരു നിമിഷം ആ പോലീസ് ഉദ്യോഗസ്ഥനൊന്ന് നോക്കിയ വിഹാൻ പെട്ടെന്ന് ആ പോലീസ് ഉദ്യോഗസ്ഥന്റെ അടുത്തേക്ക് ഓടി വരികയാണ്. ഓടി വന്ന വിഹാൻ ആ ഉദ്യോഗസ്ഥനെ കെട്ടിപ്പിടിക്കുകയാണ്. ആ ഉദ്യോഗസ്ഥന്റെ കാലിലൂടെ കെട്ടിപ്പിടിച്ചതും ആ ഉദ്യോഗസ്ഥൻ കുനിഞ്ഞ് വിഹാനെ എടുത്ത് തോളിലേക്ക് വെച്ചു. ശരിക്കും അവൻ വിറയ്ക്കുന്നുണ്ട്, വളരെ ഭയന്നിരിക്കുകയാണ്. അവന്റെ മുതുകിൽ തട്ടി ആ ഉദ്യോഗസ്ഥൻ വിഹാനെ ആശ്വസിപ്പിച്ചു, ഏയ് വിഹാൻ, അവരെ ഞങ്ങൾ പിടികൂടി,
അങ്ങനെ കുറച്ചു നേരം അവന്റെ മുതുകിൽ തട്ടിയപ്പോഴാണ് രാംഗോപാൽ നായിക് അങ്ങോട്ട് കടന്നു വന്നത്. രാംഗോപാൽ നായിക് വിഹാനെ കയ്യിലേക്ക് വാങ്ങിച്ചു. വിഹാനെ കയ്യിലേക്ക് വാങ്ങിച്ച രാംഗോപാൽ നായിക് വളരെ കൂളായിട്ട് വിഹാനോട് സംസാരിച്ചു തുടങ്ങി. ഈ വിഹാൻ, നീ ആള് മിടുക്കനാണല്ലോ, മോൻ എന്ത് ചെയ്യായിരുന്നു ഈ വെടിവെപ്പൊക്കെ ഉണ്ടായപ്പോ? വളരെ സൗഹൃദത്തിൽ രാംഗോപാൽ നായിക് അങ്ങനെ ചോദിച്ചതും അവൻ രാംഗോപാൽ നായിക്കിനോട് പറഞ്ഞു, അങ്കിൾ, ഞാൻ ആ കട്ടിലിന്റെ അടിയിൽ കയറി ഒളിച്ചായിരുന്നു. വെടിവെപ്പ് നടക്കുന്ന സമയത്ത് വെടി കൊള്ളാതിരിക്കാൻ കട്ടിലിന്റെ അടിയിൽ കയറി ഒളിക്കാനുള്ള ഒരു സാമർഥ്യം വിഹാന് തോന്നിയത് പോലീസുകാരെ തെല്ലുന്നുമല്ല അമ്പരപ്പിച്ചത്. 5 വയസ്സേ അവന് പ്രായമുള്ളൂ, കൊച്ചു കുഞ്ഞാണ്. ഉടൻ തന്നെ രാംഗോപാൽ നായിക് ആ നിമിഷത്തിൽ വിഹാന്റെ അച്ഛനെ വിളിച്ചു. രാംഗോപാൽ നായിക്കിന്റെ ഫോൺ നമ്പർ സേവ് ചെയ്തിരിക്കുന്ന ഗുപ്ത ഫോൺ കണ്ടതും ചാടിയെടുത്തു. സാർ, ഗുപ്ത, നിങ്ങളുടെ മോനെ കിട്ടി കേട്ടോ. ശരിക്കും അമ്പരപ്പിക്കുന്നതും സന്തോഷകരമായ ഒരു വാർത്ത ആ അർദ്ധരാത്രി ഗുപ്തയെ തേടി വന്നതും ഗുപ്ത എന്തു പറയണമെന്നറിയാതെ ഒരു നിമിഷം നിശബ്ദനായി പോവുകയാണ്. ഏതാനും നിമിഷ നേരത്തെ നിശബ്ദതയ്ക്ക് ശേഷമാണ് അയാളുടെ ശബ്ദം രാംഗോപാൽ ആ ഫോണിലൂടെ കേൾക്കുന്നത്. സാർ, മോൻ അടുത്തുണ്ടോ? ഉണ്ട്, ഞാൻ ഫോൺ കൊടുക്കാം. അങ്ങനെ പറഞ്ഞിട്ട് വിഹാന്റെ കയ്യിലേക്ക് രാംഗോപാൽ ആ മൊബൈൽ ഫോൺ കൊടുത്തു. മറുഭാഗത്ത് ഗുപ്തയ്ക്കും ഇപ്പുറത്ത് വിഹാനും അവരുടെ ശബ്ദം പരസ്പരം കേൾക്കാം. രണ്ടുപേരും സംസാരിക്കുമ്പോൾ അടുത്ത് നിൽക്കുന്ന പോലീസുകാർ പോലും ഏതാണ്ട് കരഞ്ഞു പോവുകയാണ്. ശരിക്കും ഒരു ധൈര്യത്തിന്റെ പ്രതീകമാണ് വിഹാനെങ്കിലും അച്ഛന്റെ ശബ്ദം മറുഭാഗത്ത് നിന്ന് കേട്ടപ്പോൾ അവൻ കരഞ്ഞു പോവുകയായിരുന്നു. അവനെ കൊണ്ട് പോലീസ് ഉദ്യോഗസ്ഥർ ആ ഫ്ളാറ്റിൽ നിന്ന് താഴേക്ക് ഇറങ്ങുമ്പോൾ സകല ഫ്ളാറ്റുകളിൽ നിന്നും ആളുകൾ പുറത്തിറങ്ങി നിൽക്കുകയാണ്. വെടിയുടെ ശബ്ദം കേട്ട് അവരെല്ലാവരും ഉണർന്നിട്ടുണ്ട്. കമാൻഡോസ് ആ ഫ്ളാറ്റ് മുഴുവൻ വളഞ്ഞിരിക്കുകയാണല്ലോ. ശരിക്കും അമ്പരപ്പിക്കുന്ന ഒരു രംഗമാണ് അവിടെ ഫ്ളാറ്റിൽ സംഭവിച്ചിരിക്കുന്നത്. ഒരു കൊച്ചുകുട്ടിയുമായി ആ പോലീസ് ഉദ്യോഗസ്ഥർ താഴേക്ക് ഇറങ്ങി വരുമ്പോൾ ശരിക്കും ആ ആളുകൾ ഞെട്ടിയതെന്ന് പറയാം. ഇത്രയും ദിവസം സകല ചാനലുകളും പത്രങ്ങളും കാണാനില്ല എന്ന് പറഞ്ഞിരുന്ന, തട്ടിക്കൊണ്ടു പോകപ്പെട്ടു എന്ന് പറഞ്ഞിരുന്ന ആ കുട്ടി ഇതാ തങ്ങളുടെ തൊട്ടു മുന്നിലുള്ള ഫ്ളാറ്റിൽ ഉണ്ടായിരുന്നു എന്നുള്ള യാഥാർത്ഥ്യം വല്ലാത്തൊരു അമ്പരപ്പോടുകൂടിയാണ് അവരൊക്കെ കണ്ടത്. കുട്ടിയുടെ ശബ്ദം ഇടയ്ക്ക് അവർ കേട്ടിരുന്നതാണ്. ആ ഫ്ളാറ്റിനകത്ത് കുട്ടിയുടെ ശബ്ദം കേട്ടപ്പോൾ അവർക്കൊരു സംശയം തോന്നിയിരുന്നു. പക്ഷെ എന്തുകൊണ്ടോ അതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കാൻ ആ സമയത്ത് ആ ഫ്ളാറ്റിലെ ആളുകൾക്ക് തോന്നാതിരുന്നത് കൊണ്ടാണ് വിഹാൻ അത്രയും ദിവസം അവിടെ ഉണ്ടായിരുന്നത്. വിഹാനെ കമ്പനി അടിച്ച ആ തട്ടിക്കൊണ്ടുപോയ ആള് പങ്കജാണ്. പങ്കജിനൊപ്പം ഉണ്ടായിരുന്ന രവിയാണ് വെടിയേറ്റ് കൊല്ലപ്പെട്ടത്. പങ്കജ് ഏതാനും ദിവസങ്ങൾ കൊണ്ട് വിഹാനുമായി നല്ല ബന്ധത്തിലായിരുന്നു. വിഹാന് ആവശ്യമായ ചോക്ലേറ്റുകൾ, മിൽക്ക് ഷേക്ക്, ഐസ്ക്രീം, ഫ്രൂട്ടി എന്ന് വേണ്ട അവന്റെ ഇഷ്ടപ്പെട്ട എല്ലാ ആഹാര സാധനങ്ങളും കൃത്യമായും അവന് വാങ്ങിച്ചു നൽകുകയും അവന് കാർട്ടൂൺ കാണാൻ വേണ്ടി TV ഇട്ടുകൊടുക്കുകയും ചെയ്യുന്നത് പങ്കജിന്റെ ജോലിയാണ്. പങ്കജ് വിഹാനുമായി ഉണ്ടാക്കിയ സൗഹൃദമാണ് വിഹാന്റെ അടുത്ത് നിന്ന് ആ സന്തോഷമുള്ള വീഡിയോകൾ എടുക്കാൻ രവിയെ സഹായിച്ചത്. രവിയും പങ്കജും കൂടി എടുക്കുന്ന ആ വീഡിയോ ആണ് നിതീഷ് കുമാർ പല ഫോണുകളിലൂടെ വിഹാന്റെ പിതാവിന് അയച്ചുകൊണ്ടിരുന്നത്. വിഹാനുമായി താഴെ എത്തിയ പോലീസ് കാറിലേക്ക് കയറി. കാറ് മൂവ് ചെയ്ത് തുടങ്ങി. കാർ മൂവ് ചെയ്യുമ്പോൾ കാറിന്റെ ഗ്ലാസ് ഡോറുകൾ താഴ്ത്തി വെച്ചിരിക്കുകയാണ്. ഇഷ്ടംപോലെ ആളുകൾ ഈ സമയത്ത് ആ ഫ്ളാറ്റിന് ചുറ്റുമുണ്ട്. അവരൊക്കെ ശബ്ദം കേട്ടും പോലീസിന്റെ സാന്നിധ്യം അറിഞ്ഞൊക്കെ ഓടിയെത്തിയതാണ്. ആ വാഹനം മൂവ് ചെയ്ത് തുടങ്ങിയതും വിഹാൻ രാംഗോപാൽ നായിക്കിനോട് പറഞ്ഞു, അങ്കിൾ, ഗ്ലാസ് ഇട്, അവരെ കാണും. മോനെ, അവരെ ഞങ്ങൾ പിടിച്ചു. ഇല്ല അങ്കിൾ, ഗ്ലാസ് ഇട്. അവൻ നിർബന്ധം പറഞ്ഞതും പോലീസ് ആ കാറിന്റെ ഗ്ലാസ് ഡോറുകൾ ഉയർത്തി. ഇനിയും ആ തട്ടിക്കൊണ്ടുപോയ ആളുകൾ തന്നെ തേടി വരാൻ സാധ്യതയുണ്ടെന്ന് തോന്നിയതുകൊണ്ടാണ് വിഹാൻ അങ്ങനെ പറഞ്ഞത്. വിഹാനോട് രാംഗോപാൽ നായിക്ക് പറഞ്ഞു, മോനെ, നിന്നെ തട്ടിക്കൊണ്ടുപോയത് 3 പേരാണ്. ആ 3 പേരിൽ ഒരാൾ കൊല്ലപ്പെട്ടു, 2 പേര് നമ്മൾ പിടികൂടി കഴിഞ്ഞു. 2 പേരെയും അവിടെ വെച്ച് വിഹാൻ കാണുകയുണ്ടായി. അതിൽ നിതീഷ് കുമാർ ശർമ്മയ്ക്ക് മാത്രമേ ബോധമുള്ളൂ. പങ്കജ് വെടിയേറ്റ് താഴെ വീണിരിക്കുകയാണ്. രവി കൊല്ലപ്പെട്ടിട്ടുമുണ്ട്. വിഹാനുമായി പോലീസ് ആസ്ഥാനത്തേക്ക് ആ പോലീസ് സന്നാഹം എത്തുമ്പോൾ സകല പത്രക്കാരും ചാനലുകാരും ആ രാത്രിയിൽ അവിടെ തടിച്ചുകൂടിയിട്ടുണ്ട്. കഴിഞ്ഞ 12 ദിവസത്തെ അന്വേഷണത്തിന് ഒരു പരിസമാപ്തി ഉണ്ടാവുകയാണ്. ശരിക്കും സമചിത്തതയും ധൈര്യവും വിഹാൻ കാണിച്ചതിനെ കുറിച്ചാണ് ആ രാത്രിയിലെ ഫ്ലാഷ് ന്യൂസുകൾ TV ചാനലുകളിലൂടെ ആളുകളെ അറിയിച്ചത്. അതേ കാര്യം തന്നെ ഓൺലൈൻ പത്രങ്ങളും ആ രാത്രി തന്നെ പബ്ലിഷ് ചെയ്യുകയാണ്. പിറ്റന്നത്തെ പത്രങ്ങളിലൊക്കെ അത് തന്നെയാണ് വാർത്ത. പിറ്റന്നാണ് വിഹാനെ വീട്ടുകാർക്ക് വിട്ടുകിട്ടുന്നത്. ഗുപ്തയ്ക്കും ഭാര്യയ്ക്കും ചേച്ചിക്കും ശരിക്കും സന്തോഷത്തിനായ ദിനങ്ങൾ. വിഹാനെ തട്ടിക്കൊണ്ടുപോയ അന്ന് മുതൽ അവന്റെ ചേച്ചി സ്കൂളിൽ പോകാതെ വീട്ടിൽ തന്നെ നിൽക്കുകയാണ്. വിഹാനെ കാണാതെ ഇനി അവൾ സ്കൂളിലേക്കില്ല എന്ന് അവൾ തീർത്തു പറഞ്ഞിരിക്കുകയാണ്. ആ നിമിഷത്തിലാണ് വിഹാനത തിരിച്ചു വരുന്നത്. ആഹ്ലാദത്തിൻ്റെതായ ആ നിമിഷത്തിൽ ആ ചോദ്യം ഇപ്പോഴും ബാലൻസ് ആണ്. ആരാണ് നിതീഷ് കുമാർ ശർമ്മയോട് അവിടെ 57 ലക്ഷം രൂപ ഉണ്ടെന്ന് സൂചിപ്പിച്ചത്? ആ വിവരം കണ്ടുപിടിക്കാനായി പോലീസ് കാര്യമായ ഒരു പരിശ്രമം തന്നെ നടത്തിയെങ്കിലും
ആ ഇൻഫർമേഷൻ ഇപ്പോഴും അജ്ഞാതമായി തുടരുകയാണ്. ഇതുവരെ ദില്ലിയിൽ നിന്ന് വിഹാൻ എന്ന കൊച്ചുകുട്ടിയെ തട്ടിക്കൊണ്ടുപോയ കഥ നിങ്ങളോട് പറഞ്ഞത് എം ലൈഫിൽ നിന്ന് BS ചന്ദ്രമോഹൻ. കമന്റിൽ ചെയ്യുക. താങ്ക് യു.